അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 7/6/2024 യാ മർഹബൻ ബിൽ അഷ്ർ എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശമാണ് ഇവിടെ പറയുന്നത്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിനങ്ങൾക്ക് സ്വാഗതമരുളിക്കൊണ്ടാണ് ഖുതുബ. ഈ അനുഗ്രഹീതമായ ദിവസങ്ങൾ നമ്മിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹു അവൻ്റെ കാരുണ്യം നമുക്കുമേൽ വാരിക്കോരി ചെരിഞ്ഞു തരുന്ന ദിവസങ്ങൾ. പാപങ്ങൾ പൊറുത്ത് നന്മകൾക്ക് ഇരട്ടി പ്രതിഫലം നൽകി നമ്മുടെ പദവികൾ അവൻ ഉയർത്തും. അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയം പ്രതീക്ഷിക്കുന്ന ആളുകൾ ഇഫ്അലുൽ ഖൈറ ദഹ്റക്കും വതഅറളൂ ലിനഫഹാത്തി റഹ്മത്തില്ലാഹ് ഫഇന്ന ലില്ലാഹി നഫഹാത്തിൻ മിർ റഹ്മതി യുസീബു ബിഹാ മൻ യശാഉ മിൻ ഇബാദി. നിങ്ങൾ കാലം മുഴുക്കെ നന്മകൾ ചെയ്യണം. അള്ളാഹുവിൻ്റെ കാരുണ്യം ചൊരിഞ്ഞു തരുന്ന പ്രത്യേകമായ അവസരങ്ങൾ ചിലതുണ്ട്. അത് നിങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം. അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. ഏറെ പ്രതിഫലം ഉള്ള ഈ 10 ദിവസങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവകളെപ്പറ്റി പറഞ്ഞത് അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ. ഈ ദുനിയാവിലെ ശ്രേഷ്ഠ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ ദിവസങ്ങൾ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാൻ വേണ്ടി ഈ 10 ദിനങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. വൽ ഫജ്രി വലയാലിൻ അശ്ർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ ഈ 10 രാത്രികൾ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളാണ്. അള്ളാഹു സത്യം ചെയ്യുകയാണ്. ഈ ദിവസങ്ങളുടെ പ്രാധാന്യം നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി, എത്രമാത്രം അതിന് മഹത്വമുണ്ട് എന്ന് ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ വേണ്ടി. അതുകൊണ്ട് നാം കൂടുതൽ നന്മകൾ ആ ദിവസങ്ങളിൽ പ്രവർത്തിക്കണം. ഏറ്റവും ശ്രേഷ്ഠമേറിയ അള്ളാഹു കരുണ ചൊരിയുന്ന മാപ്പ് നൽകുന്ന അറഫ ദിനം ഈ 10 ദിവസങ്ങളിലാണ്. ഈദുൽ അദ്ഹ ഈ 10 ദിനങ്ങളിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈദുൽ അദ്ഹയെ പറ്റി പറഞ്ഞില്ലേ, ഇന്ന അഅ്ളമുൽ അയ്യാമി ഇൻദല്ലാഹി തആല യൗമുൻ നഹർ. അള്ളാഹുവിൻ്റെ അടുക്കൽ നിശ്ചയമായും ശ്രേഷ്ഠമേറിയ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയത് ബലിപെരുന്നാൾ ദിവസമാണ്. അതോടൊപ്പം ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസ്, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ ദിവസം ജുമുഅ ദിവസം ഈ 10 ദിനങ്ങളിലാണ്. നാം ആ ദിനങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് എത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം തരിക. ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, മാ മിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹി അസ്സ വജൽ വലാ അഅ്ളമ അജ്റൻ മിൻ ഖൈറിൻ യഅമലുഹു ഫീ അശ്റിൽ അദ്ഹ. അള്ളാഹു അവൻ്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായത്, ഏറ്റവും ഏറെ പ്രതിഫലം ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളിൽ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. നാം ചെയ്യുന്ന ആ സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദിവസങ്ങളിൽ കയ്യും കണക്കുമില്ലാതെ പ്രതിഫലം നൽകുകയാണ്. അള്ളാഹുവിൽ നാം ഏറെ പ്രതീക്ഷ അർപ്പിച്ച് അള്ളാഹുവിനോട് മാപ്പ് തേടി അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ പറ്റുന്ന നല്ല ഒരവസരം നമുക്ക് വന്നിരിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, യഅനി അയ്യാമുൽ അശ്ർ. അള്ളാഹുവിൻ്റെ അടുക്കൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹുവിന് ഇതിലേറെ പ്രിയപ്പെട്ടതായി വേറെ ദിവസങ്ങളില്ല. ഈ ആദ്യ അയ്യാമുൽ അശ്ർ എന്ന് പറഞ്ഞ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ. അള്ളാഹുവേ, ഈ ദിവസങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ. ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നീ ഇരട്ടി പ്രതിഫലം നൽകണമേ എന്ന് റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഇബാദത്തുകൾ ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കണം. ഓരോ നിമിഷങ്ങളും ഓരോ മണിക്കൂറുകളും ഏറെ വിലപ്പെട്ടതാണ് എന്ന നിലക്ക് നാം പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തിൻ്റെ എല്ലാ കവാടങ്ങളും ഈ 10 ദിവസങ്ങളിൽ തുറന്നു വച്ചിരിക്കുകയാണ്.
മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ദിവസങ്ങൾക്ക് ഇങ്ങനെ പ്രത്യേകം ശ്രേഷ്ഠതയുണ്ടാകാനുള്ള കാരണം പറഞ്ഞത് പ്രധാനപ്പെട്ട എല്ലാ ഇബാദത്തുകളും സമ്മേളിക്കുന്ന ദിനങ്ങളാണ് ഈ 10 ദിനങ്ങൾ. ഏതൊക്കെയാണ് ആ 10 ദിനങ്ങളിൽ ഒരുമിച്ച് കൂടുന്ന ഇബാദത്തുകൾ? നിസ്കാരമുണ്ട്, നോമ്പുകളുണ്ട്, ഹജ്ജുണ്ട്, സദഖയുണ്ട്, റഹ്മാനായ തമ്പുരാൻ്റെ ദിക്റുകളുണ്ട്. ഖുർആൻ പറയുന്നു, വയദ്കുറുസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, നിങ്ങൾ അള്ളാഹുവിന് കൂടുതൽ ദിക്ർ ചൊല്ലണം ഈ അറിയപ്പെട്ട 10 ദിവസങ്ങളിൽ. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ആ ദിക്റുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലാൻ എണ്ണിപ്പറഞ്ഞ ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് അതുകൊണ്ട് വസിയ്യത്ത് ചെയ്തു. അവിടെ നിന്ന് പറയുകയാണ്, അക്സിറു ഫീഹിന്ന മിനത്ത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. ഈ 10 ദിവസങ്ങളിൽ നിങ്ങൾ തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, തക്ബീർ, അല്ലാഹു അക്ബർ, തഹ്മീദ്, അൽഹംദുലില്ലാ ഇവകൾ കൂടുതൽ ചൊല്ലണം. നോമ്പെടുക്കാൻ ഈ 10 ദിവസങ്ങളിൽ നാം കൂടുതൽ ശ്രദ്ധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 10 ദിവസങ്ങളിൽ നോമ്പെടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പെടുക്കണം. ദുആകളിൽ നമ്മൾ മുഴുകണം. ഇന്ന ദുആ ഹുവൽ ഇബാദ, നിശ്ചയം ദുആ അത് ഇബാദത്താണ്. നമ്മുടെ സ്വന്തത്തിനു വേണ്ടി, കുടുംബത്തിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി, ഭരണകർത്താക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ റബ്ബിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടുന്ന ദിവസങ്ങളാണ്. റഹ്മാനായ തമ്പുരാൻ ഈ അനുഗ്രഹീതമായ ദിനങ്ങളിൽ അവൻ്റെ എല്ലാ കാരുണ്യങ്ങളും ചൊരിഞ്ഞു തരുന്ന സത്യവിശ്വാസികളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.